അമ്പലത്തിൽ കയറുമ്പോഴേ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ കളിപ്പാട്ടത്തിൻ്റെ ഷോപ്പ് നമ്മൾ കണ്ടുവച്ചായിരുന്നു. തിരിച്ചു പോകുമ്പോൾ യാശുവിന് എന്തെങ്കിലും എല്ലാം വാങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു ഗത കിട്ടി. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പിങ്കിൻ്റെ മണ്ട കെട്ടൊന്ന് കൊടുത്തു. വീട്ടിലേക്ക് വാടാ പട്ടി എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. പിന്നെ മയിൽ ഭാഗത്തേക്ക് പോകേണ്ട ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇരിക്കൂർ ഭാഗത്തേക്ക് പോയത് അമ്മയും മോളും കൂടി പോകുമ്പോൾ നോക്കി വെച്ച ഈ ഉപ്പിലിട്ട കടയിലേക്കാണ്. അവിടുത്തെ വിവിധതരം ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടപ്പോൾ പിങ്കീൻ്റെ കണ്ണ് തള്ളി. അമ്മയും പിങ്കിയും ഡോവർമാനെ പോലെ രണ്ടും ജനലിനുള്ളിൽ കൂടെ തലപ്പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവസാനം പിങ്കി സഹിക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ വേണ്ടുന്ന മെനു അയാളോട് പറയുകയും എല്ലാം പാക്കറ്റിലാക്കി അമ്മ സന്തുഷ്ടയായിട്ട് ബാക്കിലിരിക്കുകയും ചെയ്തു. പിങ്കിൻ്റെ കണ്ണിൻ്റെ സന്തോഷം കണ്ടില്ലേ. അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും കുത്തിയിരുന്ന് കഴിക്കുമ്പോൾ അന്ന മറന്നുപോയി. അപ്പോൾ അവൾ എനിക്കൊരു മാങ്ങേൻ്റെ പീസ് തന്നു. ഞാൻ കെഞ്ചിയിട്ടാണ് തന്നത്. തന്ന മാങ്ങയാണെങ്കിൽ കൊടുക്ക തടിഞ്ഞ പോലത്തെ ഒരു മാങ്ങയായിപ്പോയി. എനിക്ക് ആദ്യം തന്നെ പണിപാളി. ഇത് പിന്നെ മയിലുള്ളൊരു ഹിഡൻ സ്പോട്ടാണ്. പ്രതിഷ്ഠ നടക്കാത്ത ഒരു ഗണപതിയുടെ അമ്പലമാണിത്. ഇതധികം ആർക്കും അറിയില്ല. പിന്നെ തിരിച്ചു പോകുമ്പോൾ മയിൽ ടൗണിൽ നമ്മൾ ക്രിസ്പി പഴംപരി മേടിച്ചു. പക്ഷേ 2.5 കഴിഞ്ഞിട്ട് ചൂട് പഴംപരിയായിരുന്നു. അതല്ലായിരുന്നു, പഴംപരി ചത്തിരുന്നു. അതും കഴിച്ച് അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ.